ഭാരതത്തിലെ ജനങ്ങൾ നേരിട്ട ചതിയുടെയും വഞ്ചനയുടെയും ചരിത്രം കൂടിയാണ് ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം. സിന്ധു നദീ ജലകരാറിന്റെ പരിധിയിൽ അല്ലാതിരുന്നിട്ടും ഭാരതത്തിലെ കർഷകരിൽ നിന്ന് അപഹരിക്കപ്പെട്ട രാവി നദീജലത്തിന്റെ ചരിത്രവുമാണ് ഇത്. സിന്ധു നദിയുടെ 5 ഉപനദികളിലൊന്ന് ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിച്ച ജമ്മു കശ്മീരിലെയും പഞ്ചാബിലെയും മണ്ണിനെ പുഷ്ടിപ്പെടുത്തി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദി 80 കിലോമീറ്ററോളം ഭാരത മണ്ണിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ പഞ്ചാബിലേക്ക് കടക്കും. പുരാതന ഗ്രന്ഥങ്ങളിൽ പോലും ഇരാവതി എന്ന പേരിൽ ഈ നദിയെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിരത്തി 1960 ഭാരതവും പാകിസ്ഥാനുമായി ഒപ്പുവെച്ച സിന്ധു നദീജല കരാറിന്റെ പരിധിയിൽ ഉൾപ്പെടാഞ്ഞിട്ടും ആരുടെയൊക്കെയോ കരുതിക്കൂട്ടിയുള്ള നീക്കങ്ങളെ തുടർന്ന് ഭാരതത്തിന് റാവി നദിയിലെ ജലം വിലക്കപ്പെട്ട കനിയായി മാറി. 1979 നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ പാകിസ്ഥാനിലേക്കുള്ള രവി നദിയുടെ ഒഴുക്ക് തടയാൻ ഷാഹ്പൂർ ഖണ്ഡി ഡാമിനായുള്ള പദ്ധതി തയ്യാറാക്കി. ഈ പദ്ധതിയിലൂടെ റാവി നദിയിലെ ജലം കനാലുകൾ വഴി തിരിച്ചുവിട്ട് പഞ്ചാബിലെയും ജമ്മു കശ്മീരിലെയും 40,000 ഹെക്ടറോളം വരുന്ന കൃഷിഭൂമികളിൽ പ്രയോജനപ്പെടുത്താനായിരുന്നു നീക്കം. എന്നാൽ 45 വർഷമാണ് പദ്ധതി വൈകിപ്പിച്ചത്. 2014 പഞ്ചാബും ജമ്മു കശ്മീരും തമ്മിലുണ്ടായ തർക്കം പദ്ധതിയെ വീണ്ടും അനിശ്ചിതത്വത്തിലാക്കി. നരേന്ദ്രമോദി സർക്കാരിന്റെ ശ്രമഫലമായി 2018 പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളുമായും ചർച്ച നടത്തി ധാരണയിലെത്തുകയായിരുന്നു. ഷാഹ്പൂർ ഖണ്ഡി ഡാമിന്റെ പ്രയോജനം പഞ്ചാബിനും ജമ്മു കശ്മീരിനും ലഭിച്ചു തുടങ്ങുമ്പോൾ നാം മനസ്സിലാക്കും ആരാണ് ആ കൊടും ചതിക്കും വഞ്ചനയ്ക്കും കാരണക്കാരെന്ന്. ടീം ജനം, പത്താൻകോട്ട്.